എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു റൈറ്റർ ആവണം, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവണം. റൊമാൻസ് ഒക്കെ കുറെ കാലം കഴിയുമ്പോ മരിക്കൂലേ? ഇന്നൊരു പുതിയ അതിഥിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അതിഥി എന്നൊക്കെ പറയണമെന്ന് അറിയില്ല, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയാണ്. ഞാൻ പാറു എന്ന് വിളിക്കും. ശ്രീപാർവതി ഒരു റൈറ്ററും കൂടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം റൈറ്ററിനെക്കാട്ടും ഉപരി ഒരുപാട് കഥകൾ നമുക്ക് ഒന്നിച്ചിരുന്നാൽ സംസാരിക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങള്. ഹലോ. പാറു, നമുക്ക് അങ്ങനെ പോവാം. അതെ, അതാണ് നല്ലത് അല്ലേ? ശ്രീ അതെ. പാർവതി എന്നൊക്കെ വിളിക്കുമ്പോ വേറെ ആരോ പോലെ ഉണ്ട്. പാറൂന്ന് മതി. അത് മതി, അതാണ് നല്ലത്. ഞാനിങ്ങനെ എല്ലാരും ഇങ്ങനെ ശ്രീപാർവതി എന്നൊക്കെ വിളിക്കുമ്പം ആരെങ്കിലും പാറു പറന്ന് വിളിക്കുമ്പോ അതാണല്ലോ കേൾക്കാൻ സൗകര്യം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും. അതെ, അപ്പോഴാണ് എപ്പോഴും നിശ്ചയിച്ച് എന്നെ പാറു എന്ന് വിളിക്കുന്നതിന് ഒരു ഭംഗിയുണ്ടല്ലോ. അതെ, അത് ഭയങ്കര രസമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ടായിരുന്നു. അതെ. എന്നിട്ടെന്താ വിളിക്കാതിരിക്കുന്നത്? വിളിക്കുക നമ്മൾ ഈ പറഞ്ഞതുപോലെ കണക്റ്റഡ് അല്ലേ. നമ്മളിപ്പം ഞാനാണെങ്കിൽ പൊതുവെ ആരെയും ഫോൺ വിളിക്കുന്ന ഒരാളെയല്ലേ. എനിക്ക് ഒരു സ്ഥിരം വരുന്നൊരു കംപ്ലൈന്റ് ആണ്, ഞാൻ ആരെയും ഫോൺ വിളിക്കാറില്ല, ചാറ്റ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മള് കുറെ നാൾക്ക് ശേഷം ഒരാളെ കണ്ടു കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ്. ഇപ്പൊ നമ്മൾ തന്നെ 4 വർഷമായി കണ്ടിട്ടല്ലേ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കണക്ക് കൂട്ടുമായിരുന്നു, നമ്മൾ എപ്പോഴാണ് 4 വർഷമായി കണ്ടിട്ട്. 4 years ആയി. കൊറോണ കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള ഒരു സമയത്ത് നമ്മൾ കണ്ടതാ ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ടിപ്പോ 4 വർഷമായി. പക്ഷെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്തേ ഇല്ലല്ലേ. പെട്ടെന്ന് ചോർക്കുണ്ടോ? ആദ്യം നമ്മൾ എവിടെ വെച്ചാ കണ്ടേ? ദർബാർ ഹാളിന്റെ ഗ്രൗണ്ടിൽ വെച്ചാണെന്നാണ് എന്റെ ഓർമ്മ. അതെ, കറക്റ്റാ. ചായ ഒക്കെ കുടിച്ചോണ്ട് അല്ലേ? അതെ. അന്നെടുത്ത പിക്ചർ ഇന്നും ഞാൻ എന്റെ ഉണ്ട്. അടിപൊളി ഇതായിരുന്നു. അതെ, പോയിട്രി ഇൻസ്റ്റലേഷൻ നടക്കുമ്പോ ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് അന്നാണ് ആദ്യം പരിചയപ്പെടുന്നു. അതെ. പിന്നെ അങ്ങോട്ട് കൊറേ കണ്ടിട്ടുണ്ട് നമ്മള്. കൊറേ കണ്ടു, അറിഞ്ഞു, സംസാരിച്ചു. അതെ. പക്ഷെ ഞാൻ കാണുമ്പോ ഉള്ള ഒരു പാറു ഉണ്ടല്ലോ, ആ പാറുവിലേക്ക് ഒന്ന് പോട്ടെ. കാണുമ്പോ ഉള്ള തുടക്കത്തിലുള്ള പാറുവിന് ഒരു ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി ഉണ്ട് പറയാൻ, അല്ലേ? അത് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് അറിയാം, പിന്നെ പാറുവിനെ അടുത്തറിയുന്ന കുറച്ചു പേർക്ക് അറിയാം. അപ്പൊ അത് ഉണ്ണിക്കുള്ളതാ. പാറുവിനെ നിർത്തിക്കൊണ്ട് ഉമ്മ കൊടുക്കുന്നു ഹസ്ബൻഡിന്. എങ്ങനെയുണ്ട്? അത് ഫ്രണ്ട്സ് എല്ലാം അങ്ങനെയാ. അത് ഉണ്ണിക്കുട്ടൻ എന്നാ ഞാൻ വിളിക്കാം. അത് ഉണ്ണിക്കുട്ടനുള്ളതായിരുന്നു ആ ഉമ്മ. അപ്പൊ ഉണ്ണിക്കുട്ടൻ സുഖമായിട്ടിരിക്കണ്ടോ? സുഖം. അപ്പൊ പറ, എനിക്ക് ആ ലവ് സ്റ്റോറിയാണ് കേൾക്കേണ്ടത്. ലവ് സ്റ്റോറി എങ്ങനെ ഞാൻ പറയും? അയ്യോ, ബ്ലഷ് ഒക്കെ ചെയ്യണു. ലവ് സ്റ്റോറി ഭയങ്കര അടിപൊളിയായിരുന്നു. ആക്ച്വലി കല്യാണത്തിന് മുമ്പ് അങ്ങനെ വലിയ ലവ് ഒന്നും ഇല്ലായിരുന്നു. സത്യം, ഞാൻ വിശ്വസിച്ചു. ശരി, എന്നാ കാര്യമായിട്ട് ഓർമ്മ. എന്റെ ഡിഗ്രി കഴിഞ്ഞ് 2 വർഷത്തിന്റെ സമയത്ത്, ഡിഗ്രി എന്ന് പറഞ്ഞത് ഞാൻ കൊട്ടാരക്കരയായിരുന്നു എന്റെ നാട്. അപ്പൊ അവിടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞു പെട്ടെന്ന് നമുക്ക് കുറെ ഈ വീട്ടിലെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് നിക്കാൻ പറ്റാത്തൊരവസ്ഥ, നാട്ടിലെ കൊട്ടാരക്കര അവിടെ നിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ പെട്ടെന്ന് നാട് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ സാധാരണ വീടല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇത് നാട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതായത് കൊട്ടാരക്കരയിൽ നേരെ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇത്രയും ദൂരം. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് പോകുന്നത്. ആദ്യം ഞാനും അച്ഛനും പോയി, പിന്നെ പുറകെ അമ്മയും അനിയത്തിയും, ഞങ്ങൾ 4 പേരാണ്. അങ്ങോട്ട് പോകുന്നു. അപ്പൊ അവിടെ ചെന്നു. അവിടെ പിന്നെ നമുക്ക് സെറ്റിൽ ആവാൻ അത്ര എളുപ്പമുള്ള സംഭവം അല്ലല്ലോ ഒരു നാട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അവിടെ വാടക വീടായിരുന്നു, മെഡിക്കൽ കോളേജിന്റെ ഉള്ളില് ഒരു ഭയങ്കര ഒരു അടിപൊളി ഒരു സ്ഥലം. ഞാൻ താമസിച്ചിട്ടുണ്ടോ അവിടെ, അറിയോ? ഇല്ല, അവിടെ താമസിച്ചിട്ടുണ്ടോ? ഞാനും മെഡിക്കൽ കോളേജിന്റെ ബിഹൈൻഡിൽ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ താമസിച്ചെന്ന് വെച്ചാൽ 4 ചുറ്റും വെള്ളമാണ്, ഒരു ദ്വീപ് പോലൊരു സ്ഥലം. അപ്പൊ അത് കുറേ ഉള്ളിലേക്കാ. നല്ല ഉള്ളിലാ. അപ്പൊ അവിടെ താമസിച്ചിട്ട് നമ്മുടെ ആ കോളേജ് അറിയാമോ? ആ റോഡിന്റെ അവിടെ കുറെ ഇന്റർനെറ്റ് കഫേസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരിടത്ത് ഞാൻ ഇങ്ങനെ DTP ഒക്കെ പഠിക്കാൻ വേണ്ടി പോയി. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് അവിടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി അവിടെ ഒരു ജോലി സെറ്റ് ചെയ്ത് തന്നു. അതായത് ഒരു ഹോസ്പിറ്റലില്, കോഴിക്കോട് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു റൈറ്റർ ആവണം, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവണം. ഇത് രണ്ടുമാണ് എന്റെ ഡ്രീം. അപ്പൊ കൊച്ചിലെ ഈ ഡ്രീം ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം ഞാൻ ഡിഗ്രിക്കാണ് പിന്നെ എഴുത്ത് തുടങ്ങുന്നത്, ഒരു ക്രിയേറ്റീവ് എഴുത്ത് തുടങ്ങുന്നത്. ഡിഗ്രി ചെറിയ കഥകളൊക്കെ, പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, നമുക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നിട്ട് എനിക്ക് റൈറ്റർ ആവണം, പിന്നെ എനിക്ക് പത്രപ്രവർത്തക ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു
ഒരു ഭ്രാന്തമായിട്ടുള്ള അഭിനിവേശമാണ്. അപ്പൊ അതിനുവേണ്ടി പഠിക്കുന്നു, അത് ചെയ്യുന്നു. അപ്പം ഡിഗ്രി കഴിഞ്ഞല്ലോ, അപ്പൊ നെക്സ്റ്റ് ജേർണലിസം ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് പി ജിക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് കുറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എവിടെയും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അപ്പോഴാണ് നേരെ ഡയറക്റ്റ് കോട്ടാറിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നു. അപ്പോ പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, നേരെ ഓരോരുത്തർക്കും കത്തയച്ചു. കാരണം നമുക്ക് വേറെ വഴിയില്ലല്ലോ. മനോരമയ്ക്ക് കത്തയക്കുന്നു, മാതൃഭൂമിക്ക് കത്തയക്കുന്നു, ആകാശവാണിക്ക് കത്തയക്കുന്നു, കുത്തിയിരുന്ന് കത്തയപ്പ് ആണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞു ജോലി, ഒരു റിപ്പോർട്ടറായിട്ടാണെങ്കിൽ മതി. അപ്പൊ ഇവിടെ നിന്നെല്ലാം റിപ്ലൈ വന്നു, മെയിൻ പത്രങ്ങളിൽ നിന്നൊക്കെ റിപ്ലൈ വന്നു. തൽക്കാലം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്ലൈ വന്നു. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈസ് ആണ്. എങ്കിലും നോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞൊരു റിപ്ലൈസ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആകാശവാണിന്ന് ഒരു തവണ അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ CP രാജശേഖരൻ സാർ ഡയറക്റ്റ് എന്നെ വിളിച്ചു. അപ്പോ സാർ വിളിച്ചിട്ട് വന്നു, ഇവിടെ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് തുടങ്ങാൻ പോവാണ് ആകാശവാണിയിൽ, സർക്കാരിന്റെ വാണി സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നാളെയാണ്, അതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ചത്. തിരിച്ച് കത്തയച്ചാൽ പറ്റില്ല. അപ്പം പറ്റുമെങ്കിൽ നാളെ വന്ന് ഓഡിഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് നേരെ പോയി ഓഡിഷൻ ചെയ്തു. അത് നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലം, ഒന്നും അറിയില്ല. പക്ഷെ പോയി ഓഡിഷൻ ചെയ്തു. അത് ഓക്കെ, ആ ഒരു 3 ദിവസത്തെ കോഴ്സായിരുന്നു. അത് പോയി ജോയിൻ ചെയ്തു, കിട്ടി. അങ്ങനെ ആകാശവാണിയിൽ, കോഴിക്കോട് ആകാശവാണിയിൽ ജോയിൻ ചെയ്തു. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ 1-2 ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഒരിടത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ദൈവമേ, കാരണം എനിക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടുന്നില്ല, എനിക്ക് ഇഷ്ടമുള്ള ഒന്നും സെറ്റ് ആവുന്നില്ല. വെറുതെ ഞാൻ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിച്ചു എന്നൊക്കെ. സത്യം, ആ സമയത്ത് അങ്ങനെയൊക്കെ. എന്നുവെച്ചാൽ വേറെ കാര്യമൊന്നുമല്ല, ഒരു പ്രണയ നൈരാശ്യം ഒന്നല്ല, ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി എന്തിനാ, എനിക്ക് വേറെ ഒന്നും ഇല്ല, എനിക്ക് വേറെ ഒന്നും ആവണ്ട, എനിക്കൊന്നും ചെയ്യണ്ട, ഇത് മതി എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ ആ ജോലിയൊക്കെ ഇങ്ങനെ ഒഴിവായി പോയി. അവസാനം ഇത് അവിടെ ചെയ്തു. പക്ഷെ സാലറി ഇല്ല, അറിയാലോ പോലെ. ഇന്റേണൽ സാലറി ഉണ്ട്, പക്ഷെ അവിടെ കാഷ്വൽ ആയിട്ട് അനൗൺസ് ചെയ്യുന്ന പറഞ്ഞാൽ ഡെയിലി അന്നത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 250 രൂപയാണ്. അങ്ങനെ 4 ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ, മാസം 4 ഡ്യൂട്ടി. പക്ഷെ ഈ 4 ഡ്യൂട്ടിക്ക് നമ്മൾ എല്ലാ ദിവസവും പോണം. അതായത് മാസത്തിൽ ഒരു 25 ദിവസം പോണം, പക്ഷെ 4 ദിവസം ക്യാഷ് കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അന്ന് പറഞ്ഞ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും സാലറി ഉള്ളൂ, എങ്കിലും വേറെ ഒന്നിന്റെ മുമ്പിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഓൾറെഡി ഞാൻ ഈ DTP പഠിക്കാൻ പോയ സമയത്ത് ഫോൺ നമ്പർ ചാറ്റ് ഇതുണ്ടല്ലോ, ഇന്റർനെറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചു. അപ്പം ആ സമയത്ത് ഇതുപോലെ ഒരു മറ്റേ യാഹൂ ചാറ്റാണ്. അപ്പൊ യാഹൂ ചാറ്റിൽ ഇങ്ങനെ റൂംസ് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ചാറ്റുകൾ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ണിക്കുട്ടൻ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഒരു പേര്. അപ്പം പുള്ളി ഇങ്ങനെ ഉറങ്ങുന്ന സ്മൈൽ ഇട്ടേക്കോ. അപ്പൊ എന്നിലെ പൗരബോധം ഉണർന്നിട്ട് ഞാൻ പോയിട്ട്, എന്താ കുട്ടി ഉറങ്ങുകയാണ്? ഞാൻ ആദ്യമായിട്ട് ഒരാളോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നു. സാധാരണ നമ്മളോട് എല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് പതിവ്. അപ്പൊ ഇതൊരു കുട്ടിയാണെന്നുള്ളൊരു ഫീലിൽ ഞാൻ വിചാരിച്ചു, നമുക്കൊരു ബോധം ഇല്ലല്ലോ ആ സമയത്ത്, ഇപ്പോഴും ഇല്ല എന്നാലും. അപ്പൊ ഇങ്ങനെ ചോദിക്കാണ്, എന്താണ് എന്താ ഉറങ്ങുന്നേ, അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പം പുള്ളി ജസ്റ്റ് ഒരു കുട്ടികളെ പോലെ നല്ലൊരു റിപ്ലൈ ആണ് എനിക്ക് തന്നെ. അപ്പൊ ഞാൻ വെച്ചു, ഒരു കുട്ടിയാണ്, ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഞാനും ആ പ്രായമാണല്ലോ, അപ്പൊ നമ്മുടെ സെയിം ഏജ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ചാറ്റ് ചെയ്ത് തുടങ്ങി. വേറെ ഒന്നും, സാധാരണ ഒരാള് ഒരു ചാറ്റിൽ നമ്മളോട് കോമൺ ചോദിക്കുന്ന ചോദ്യം അതുവരെ ഞാൻ നേരിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് പേര്, എത്ര വയസ്സുണ്ട്, എവിടെയാണ് സ്ഥലം, അതൊക്കെ ആയിരിക്കും. പക്ഷെ ഇതങ്ങനെയൊന്നും നമ്മളോട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുന്നില്ല. വെറുതെ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഉരുളക്ക് ഉപ്പേരി പോലെ തിരിച്ച് ഇങ്ങോട്ട് പറയുന്നു. ചുമ്മാ ചളി അടിച്ചിട്ടുള്ള സൗഹൃദം. വേറെ പേഴ്സണൽ ആയിട്ട് ഒന്നും അറിയത്തില്ല, എന്നെ കുറിച്ച് ആളെ കുറിച്ച് എനിക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്,
ഡിഗ്രിക്ക് പഠിക്കുന്ന ആളല്ല. കുറച്ച് പ്രായമുണ്ട്. കാരണം ഡിഗ്രി ഒക്കെ കഴിഞ്ഞു സ്വന്തമായിട്ടൊരു ഇത് സ്ഥാപനമൊക്കെ അങ്ങനെ എന്തൊക്കെ ഒരു സെറ്റപ്പാണ്. അപ്പൊ എന്നെക്കാളും പ്രായമുണ്ട്. പക്ഷെ ആറ്റിറ്റ്യൂഡ് ഒരു കുട്ടിയുടെ ആണ്. അപ്പൊ അതെനിക്ക് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ കമ്പനിയായി. അപ്പൊ ആ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടുന്നത് വീട്ടില്. മൊബൈൽ ഫോൺ ആ ഒരു സമയമാണല്ലോ. അപ്പൊ മൊബൈൽ ഫോൺ കിട്ടി. ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു. വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആകാശവാണിയിൽ ചെന്നു. അവിടുന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. വീട്ടിൽ രാത്രിയിൽ വിളിച്ചിട്ട്. അപ്പൊ എൻ്റെ വീട്ടിലിങ്ങനെ ഫോൺ വിളിച്ചപ്പം പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓക്കെ ഞങ്ങൾ സംസാരിച്ചു. ആദ്യമായിട്ട് സംസാരിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാരാ ഇങ്ങനെ ഇന്റർനെറ്റിലൊക്കെ കണ്ട ആരെ വിശ്വസിക്കാനൊക്കെ പറ്റുമോ? അപ്പൊ എനിക്കും ഉള്ളിൽ ആ ഒരു പേടിയുണ്ട്. ഇതൊക്കെ ആരാന്ന് ഓർത്തിട്ടാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടിന്റെ പ്രശ്നമുണ്ട് ഒരാളോട് സംസാരിക്കുന്നതിലൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച്, പക്ഷെ ഭയങ്കര നമുക്കൊരു ഒരു ആന്തരികമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഒരു സൗഹൃദത്തിന്റെ ഒരു കണക്ഷൻ. അങ്ങനെ പിന്നെ പതുക്കെ ചാറ്റ് ചെയ്ത് അപ്പൊ ആകാശവാണിയിലായിരുന്നപ്പോഴാണെങ്കിലും ഭയങ്കര കുറെ ചാറ്റ് ചെയ്ത് നല്ല കമ്പനിയായി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു. വേറെ പ്രണയമൊന്നും അതിനകത്തില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും, കുഞ്ഞു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ആകാശവാണിയിൽ നിന്നൊക്കെ ആക്ച്വലി കൈ പൈസ ഇല്ലല്ലോ. അപ്പൊ ആകാശവാണിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ കുറെ കോയിൻസ് കളക്ട് ചെയ്യും. അവിടെ കോഴിക്കോട് ഓർമ്മയുണ്ടോ? നമ്മൾ നടക്കണ വഴിയിലൊക്കെ ഈ മറ്റേ കോയിൻ ബോക്സ് ഉണ്ട്. അപ്പൊ ഈ കോയിൻ ബോക്സിൽ ഒരു പൈസ ഇട്ടിട്ട് കോൾ ചെയ്യും. അത് കട്ടാവുമ്പോൾ കോള് കട്ടാവും. അപ്പൊ അങ്ങനെയാണ് കോൾ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര കമ്പനി അടിച്ച് ഒരു തവണ വാലന്റൈൻസ് ഡേക്ക്. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് ഞാനിങ്ങനെ എന്തായിരുന്നു അത് കാർഡൊക്കെ ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ് കേട്ടോ പാറു. ഇത് ഞാൻ പരാമർശിക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് അങ്ങനെ കത്തയച്ചു, അല്ല ഒരു കാർഡ് അയച്ചു. അതിനകത്ത് എന്തോ എനിക്ക് ഒരു കാര്യമില്ലാതെ ഞാൻ ഐ ലവ് യു എന്നൊക്കെ ഐ ലവ് യു എന്ന് എഴുതിയ ഒരു കാർഡായിരുന്നു. ഒരാവശ്യമില്ല അതിനകത്ത്, ഒരാവശ്യമില്ല. കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു തോന്നുന്നു. ഒരു കാര്യമില്ലായിരുന്നു. അത് കേട്ടല്ലോ ഉണ്ണി, അതെ ഒരു കാര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, ഒരു പെൺകുട്ടി. പുള്ളീനെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഞെട്ടി. ഇഷ്ടമാണോന്നോ? അങ്ങനെ ഒരു ചോദ്യം വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചപ്പം ഞാൻ അന്ന് രാത്രി ഫുള്ള് കിടന്ന് ആലോചിച്ചു. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടത് ജീവിതത്തിൽ. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇങ്ങനെ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ട് ചോദിച്ചു എന്താ ഞാൻ പറയണ്ടേ? അപ്പം അത് അവളോട് പറയണ്ട, എന്നോട് തന്നെ ഡയറക്റ്റ് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ഒരു മാസത്തോളം ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഞ്ചരടിച്ചു. ഒരു തവണ കോഴിക്കോട് വന്നു, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. അന്നേരമാണ് ആദ്യമായിട്ട് കാണുന്നത്. അതിന്റെ ഒരു പോയിന്റ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഫോട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ച ഫോട്ടോ എന്ന് പറയുന്ന ഏതോ പഴയ കാലത്തെ ഫോട്ടോ ആണ് എനിക്ക് അയച്ചത്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഐ ലവ് യു ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ആക്ച്വലി പുള്ളിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി, പുള്ളിന്റെ അച്ഛനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി ഒരു വാരികയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനോട് പറഞ്ഞു ഒന്ന് വായിക്കണേന്ന് പറഞ്ഞു. അപ്പൊ വായിച്ചപ്പോ എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു അതിനകത്തൊരു സംഭവം ഉണ്ട്. കാരണം പുള്ളിയുടെ മകൻ, അതായത് അച്ഛന്റെ മകന് എന്തോ ഒരു സംഭവിച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണത് സംഭവം? എന്നാൽ എനിക്കറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് പുള്ളി പാരപ്ലജിക് ആണ്, പുള്ളിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വീൽ ചെയറിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഷോക്കായി. കാരണം നമ്മള് വേറൊന്നല്ല, നമ്മൾ അത്രയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മൾ ആലോചിക്കാണ്, ഇദ്ദേഹത്തിന് അങ്ങനെ ഒന്നും എന്ന് വെച്ചാൽ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു ആലോചന പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സങ്കടം വന്നു.
പക്ഷെ പുള്ളിയുടെ അത് ചോദിക്കാൻ പറ്റില്ല. കാരണം പുള്ളി പിന്നെ അതിനെ നമ്മൾ എന്ത് ചോദിച്ചാലും അതിനെ ഡയറക്റ്റ് ആയിട്ട് ചളി അടിച്ച് നശിപ്പിച്ച് കളയും, കോമഡി ആക്കി കളയും. അപ്പൊ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരാള് ഡൗൺ ആവുന്നില്ല എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. എന്ത് പ്രശ്നം വന്നാലും അതിനെ ഇങ്ങനെ എന്താ പറയുന്നത്, ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കര ഇതായിട്ട് എന്നുവെച്ചാ ഒരു സങ്കടങ്ങളൊന്നുമില്ല. സങ്കടങ്ങളെ ഒന്നും ആൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ ഭയങ്കര തമാശ രൂപത്തില് ജീവിതത്തിനെ തന്നെ ഭയങ്കര ലൈറ്റായിട്ട് കാണുന്ന ഒരാള്. അപ്പോൾ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു റൊമാൻസ് ഫുള്ളായിട്ട് വരുന്നത്. പിന്നെ വീട്ടില് പ്രസന്റ് ചെയ്തു. വീട്ടിലല്ല, ഞങ്ങൾ ഒരിക്കൽ ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത്. അമ്പലത്തിൽ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു, അന്ന് തന്നെ പറഞ്ഞു. What did you feel that day? How did you take it? ഭയങ്കര പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഭയങ്കര ചീസി ആണ്. പക്ഷെ ഐ വിഷ് ടു നോ അതെങ്ങനെ ആ സമയത്ത് you want to recollect that moment? എനിക്ക് ഈ കണ്ടന്റ് എല്ലാവരും ഉണ്ട്. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ആണല്ലോ. പിന്നെ ഒരു വിറയിലുണ്ടല്ലോ നമുക്ക്, ഇങ്ങനെ ശരീരമൊക്കെ തണുത്തിട്ട്. പിറ്റേ ദിവസം എനിക്കൊരു എന്നുവെച്ചാൽ ഞങ്ങള് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവാ. അപ്പൊ ഇവരെ ഒന്നും കൂടെ കാണാൻ വന്നു. അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ഒരു പേന ഒക്കെ ആയിട്ട്. എനിക്ക് പേടി, ഞാൻ മേടിച്ചില്ല. ഞാൻ കിട്ടിയ പാടെ തിരിച്ചു കൊടുത്തു. അപ്പൊ അത് നമുക്ക് എന്തോന്ന് അറിയത്തില്ലല്ലോ, നമുക്ക് പെട്ടെന്നൊരു ടെൻഷൻ വരുമല്ലേ. അപ്പം അന്ന് അമ്മമ്മയൊക്കെ എന്നോട് അദ്ദേഹത്തോട് സംസാരിച്ചു, അമ്മാവൻ സംസാരിച്ചു. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളെ. പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവിടുത്തെ അച്ഛൻ വീട്ടിൽ വന്നു. ഇതുപോലെ അവർക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, വീട്ടുകാർക്കും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് ജസ്റ്റ് ഓക്കെ പറഞ്ഞിട്ട് വിട്ടു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഡെഫിനറ്റ്ലി പാരന്റ്സ് കൺസേൺ. അതെ. ഒന്നാമത് ജാതിയുടെ അവര് കുറച്ചും കൂടെ മറ്റൊരു ജാതിയാണ്. ജാതിയുടെ ഓഫ് കോഴ്സ് കാണുമല്ലോ. പിന്നെ അതിന്റെ അപ്പുറം പുള്ളിയുടെ ഒരു ഫിസിക്കൽ പ്രോബ്ലംസ് തന്നെ അവർക്കും പ്രശ്നമായിരുന്നു. പക്ഷെ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, സ്വാഭാവികമായിട്ടും പ്രണയിക്കുന്ന സമയത്ത്. അപ്പം നമ്മള് ഓക്കെ, നമുക്കെന്തായാലും അപ്പോഴത്തേനും 1 മാസം, 2 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞാൻ വരാം നിങ്ങളെ കൂട്ടാൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവര് പുള്ളീൻ്റെ കസിനും ചേച്ചിയും കൂടെ വന്നു, കോഴിക്കോട് വന്നു, എന്നെ പിക്ക് ചെയ്തു. ഞങ്ങള് നാട്ടിൽ വന്നു, കല്യാണം കഴിച്ചു. അവിടുന്ന് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അന്നേരം സ്വാഭാവികമായിട്ടും വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഒരു 3 ദിവസം ആയപ്പോഴത്തേനും എല്ലാവരും കൂടെ കോഴിക്കോട് വന്നു. പിന്നെ അതങ്ങ് സെറ്റിലായി. പിന്നെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ പേന എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കിട്ടിയിട്ടില്ല. അത് പോയി. കൊറേ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊറേ അറിയായിരുന്നു. ഇന്നാന്ന് തോന്നുന്നു ഞാനത് ഫുള്ളായിട്ട് പിന്നെ എന്തൊക്കെയോ മിസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാനപ്പം തിരിച്ചിട്ട് പറയട്ടെ, ലൈക്ക് ഫസ്റ്റ് ഡേ ഉണ്ണീനെ കണ്ടപ്പോ ഞാൻ ആകെ ശ്രദ്ധിച്ചത് എങ്ങനെ ശ്രീയാദിന അല്ലെങ്കിൽ പാറു എങ്ങനെയാണ് ഉണ്ണീനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഉണ്ണിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഉണ്ണിയുടെ ഉണ്ണിയുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് മറന്നു. അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു പാരപ്ലജിക് ആയിട്ടുള്ള സാധനം ഞാൻ സത്യത്തിൽ മറന്നുപോയതാ. ഞാൻ അതാ താമസിച്ച് പറഞ്ഞത്. ഞാൻ പിന്നെ ഓർത്ത് അയ്യോ എന്താ മിസ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, അത് ആക്ച്വലി ആൾക്ക് അങ്ങനെ ഉള്ള ഒരാളാണ്. ഉണ്ണിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫൊഗെറ്റ് ദ വേ ഹി കമ്മ്യൂണിക്കേറ്റ്, ദ വേ ഹി സ്പീക്ക്. അപ്പോൾ എന്താ പറയാ, ഇന്നത്തെ കാലത്തെ ഒരു ചെറിയ കുറ്റുണ്ടെങ്കിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ സംസാരിക്കാനോ പറ്റാതെ ഡിവോഴ്സുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാവാന്നിട്ട് ഇത്രയും വർഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിച്ച് കാണിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടി ട്രാവൽ ചെയ്യുന്ന കാണുമ്പോഴത്തേ അസൂയ വരും. ഭയങ്കര സ്വീറ്റാണ് പുള്ളി. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നു. അതെ, നമ്മള് ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊന്നും അല്ലെന്ന് തോന്നുന്നു, മനുഷ്യന്റെ മാനസികമായിട്ടുള്ള അവസ്ഥകളെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് തോന്നുന്നല്ലേ? അല്ലേ? അത് ഞാൻ നിങ്ങളിൽ നിന്നാ പഠിക്കണേ. അത് എനിക്കൊരു ഐ ഓപ്പണറാണ്. എന്നെ പാറുവിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പാറു. അത് അവര് കുറ്റാണോ എന്താണെന്നല്ല, ഞാൻ അത്രയും ചെറുതാണ്. എനിക്ക് എന്റെ അത്ര റൊമാൻസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ മറക്കണം. റൊമാൻസ് ഒക്കെ കുറെ കാലം കഴിയുമ്പോ മരിക്കൂലേ? അതാണ് ഞാൻ പറയാൻ ഇവിടെ വരുന്നത്. ഏതൊരു കല്യാണം, ഏതൊരു പ്രണയാണെങ്കിലും
ഒരു ഹൈക്ക് വരെ അത് അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എനിക്കും കുറച്ച് പ്രായമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം ഒരു ഹൈക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെലോ ഡൗൺ ഉണ്ടാവും. അത് കഴിഞ്ഞ ഒരു സ്റ്റാഗ്നന്റ് സ്പേസ് ഉണ്ട്. ആ സ്റ്റാഗ്നന്റ് സ്പേസ് എത്തുന്നതിന് മുന്നേ തന്നെ പലരും 2 സ്ഥലങ്ങളിലേക്ക് പോകും. പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും എന്തിനാ ഇനി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ് പിന്നെ അത് ഡൈ ഓഫ് ആവുന്നത്. അത് ഒരു റീസണും ആയിരിക്കില്ല. പക്ഷെ ഇത് എന്താ പറയാ, ഇത് ഏറ്റവും വലിയ റീസൺ മുന്നിലുള്ളപ്പോ പോലും അത് കാണാതെ തന്നെ ഇങ്ങനെ നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. മേ ബി ശിവൻ പാർവതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ട്. നിങ്ങൾ അങ്ങനെ ശരിക്കും ശിവൻ പാർവതി ഒരു ഫീലാണ് എനിക്ക്. ഞാൻ ശിവ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രണയ കോൺസെപ്റ്റ് ആണ്. വെച്ചാൽ ആളൊരു ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ഇതുമുണ്ട്, ഡിവോട്ടീസും ആണ്. ആ ഒരു ശിവന്റെ എന്ന് വെച്ചാൽ ദൈവഭക്തർ എന്നുള്ളതല്ല, ആ ഒരു കോൺസെപ്റ്റ് ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് എനിക്ക് പുള്ളിയിൽ കാണാൻ പറ്റാറുണ്ട്. അതുകൊണ്ടും കൂടി ആയിരിക്കും. പക്ഷെ പിന്നെ ഇപ്പൊ എന്താ പറയുക, നമ്മള് മാരേജ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, നമുക്ക് കല്യാണം കഴിച്ചാലോ? ശരിക്കുള്ള കല്യാണം നടക്കാത്തതുകൊണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല, വെറുതെ നമ്മളതൊരു കല്യാണം അല്ല, നമ്മൾ ചുമ്മാ പഞ്ചാരടിച്ച് നടക്കുകയാണെന്നുള്ള ഫീലിലാണ്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി 2-3 തവണ പിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പല അമ്പലങ്ങളും പോയി താലിയൊക്കെ കഴിച്ചു മാറ്റി പിന്നെ കല്യാണം കഴിക്കും. അപ്പൊ രണ്ടിനും ഒരുപോലെ വട്ടുള്ള 2 ആയതുകൊണ്ടാണ് നടക്കുന്നത്. നമ്മളെപ്പോഴും പുതുക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ഇത് ലൈഫാണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളാണെങ്കിലും എപ്പോഴും ഒരേപോലെ നിൽക്കുന്നേ ഇല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം സത്യത്തിൽ ഞാനിങ്ങനെ പേടിക്കായിരുന്നു, എനിക്ക് ബോറടിക്കുമോ? എനിക്കാണെങ്കിൽ പെട്ടെന്നെല്ലാം ബോറടിക്കും. അപ്പം ഒരേ സാധനങ്ങൾ എഴുതിക്കൊണ്ട് വന്നാൽ ചിലപ്പോൾ എനിക്ക് ബോറടിക്കും, ഒരേ ലൈഫ് ജീവിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് ബോറടിക്കും. അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഈ ഒരേ ആളെങ്ങനെ കണ്ടോണ്ടിരുന്നാൽ ബോറടിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മനുഷ്യരെ ഒരിക്കലും ബോറടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്തു. പുള്ളിക്ക് കുറെ ഡ്രോബാക്സ് ഉണ്ട്, അതിന്റെ ഇരട്ടി ഡ്രോബാക്സ് എനിക്കുണ്ട്, എനിക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നമ്മള് രണ്ടുപേരും അങ്ങോട്ട് ഒന്നിച്ച് നിൽക്കുമ്പോ നിങ്ങൾ ഫുള്ളാവും, ഒന്നാവും. യെസ് അല്ലെ? അതോ അപ്പൊ ശിവ പാർവതി കോൺസെപ്റ്റ് അത് അറിയാതെ ആണെങ്കിൽ അതൊക്കെ തന്നെ സോൾ കണക്ഷൻ ആയിരിക്കും. സോൾ കണക്ഷൻസ് ആയിരിക്കും. അതെ പറഞ്ഞ, ഇതൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ അറിയണം, ഇങ്ങനെയും ജീവിതമുണ്ട്. ഇങ്ങനെ എന്താ പറയാ, എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മള് ലൈക്ക് നിങ്ങൾ എവിടെയോ പോകുന്ന വഴിക്കല്ലേ ദുബായിൽ വന്നത്? അതെ, യു ആർ ട്രാവലിംഗ് എബ്രോഡ് അല്ലെ? എവിടെ പോയിരുന്നു? സൗത്ത് ആഫ്രിക്ക പോയതായിരുന്നു. നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോകും. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ ശരിക്കുള്ളവർ തന്നെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാൻ കുറെ ബുദ്ധിമുട്ടത്. നിങ്ങൾ അത്രയും വേൾഡ് ട്രാവൽ ചെയ്യുന്ന കപ്പിളാണ്. അപ്പൊ അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ. ഞാൻ അവിടെ കുടുങ്ങിപ്പോയി തോന്നുന്നു. പാറു ടോപ്പിക് തിരിക്കണം തോന്നുന്നുണ്ട്. നമ്മളെ കോൺസെപ്റ്റ് എന്ന് വെച്ചാല് നമ്മൾ അങ്ങനെ വെച്ചാൽ ഒത്തിരി പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് ആകെ എത്ര ലൈഫല്ലേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. കിട്ടുന്ന പൈസ കുറച്ച് എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറെ ട്രിപ്പൊക്കെ പോവാ. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതെ. പിന്നെ ഉണ്ണി ഡ്രൈവ് ചെയ്യും. അതാണ് അതിന്റെ ഒരു ഞാൻ ഞെട്ടിപ്പോയി. ഫസ്റ്റ് ഡേ ഞാൻ കാറിൽ കണ്ട ഉണ്ണിയാണ് ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യും? അപ്പൊ അങ്ങനെ എനേബിൾ ചെയ്ത ഒരു കാർ ഉണ്ടാക്കിയിട്ട് ആ കാറിൽ ഉണ്ണി ഡ്രൈവ്. നമ്മൾ എവിടെയും പോകും, ദൂരെ മൂകാംബികയിലൊക്കെ സ്ഥിരം പോകുന്നുണ്ട്. നമ്മൾ തന്നെ രണ്ടുപേരും മാത്രം. ഒരു രാത്രിയിൽ തിരിച്ചു വരേണ്ടി വന്നു, റിസ്ക് ആണ്. പക്ഷെ ബ്രദർ മരിച്ചത് കൊണ്ട് അമ്പലത്തിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നൈറ്റ് ഫുള്ള് ഡ്രൈവ്. പുള്ളി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു, ഞാൻ കിടന്ന് പകുതി ഉറക്കായിരുന്നു. പക്ഷെ അത് ഒരിക്കലും ഞാൻ മറക്കും. അത് ഭയങ്കര വിൽ പവർ ഉള്ള ഒരാളും കൂടിയാണ്, ഭയങ്കരമായിട്ട്. അതെ, ഇല്ലെങ്കിൽ എന്നെ ഹോൾഡ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നെ അറിയില്ല. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, കുറെ ഡൗൺ പറഞ്ഞ പോലെ സങ്കടങ്ങൾ വരുന്ന, മൂഡ് സ്വിങ്സ് വരുന്ന കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഹോൾഡ് ചെയ്യും. ഒരു കണക്കിന് പാറുവിന്റെ ഉള്ളിലുള്ള ഒരു റൈറ്ററിനെ മുഴുവനോടെ പുറത്തു കൊണ്ടുവരാൻ ആക്ച്വലി ഉണ്ണി ഒരു വലിയാണ് കൊണ്ടുവന്നത് അല്ലേ. കാരണം നമ്മള് ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിട്ട്, കാരണം ആകാശവാണിന്ന് നേരെ ലൈഫിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് വന്നു, മറ്റൊരു ലൈഫിലേക്ക് വന്നു. പിന്നെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവിടെ ഒന്നുമില്ല, പ്രണയത്തിന് വേണ്ടി ഇറങ്ങി വന്നതെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ജോലിയില്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ പുള്ളിക്കാണെങ്കിലും ആ സമയത്ത് ജോലിയൊന്നുമില്ല, ഏർണിങ്സ് ഒന്നുമില്ല രണ്ടുപേർക്കും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി, നമ്മളൊരു ഓൺലൈൻ മാഗസിനൊക്കെ ഉണ്ടാക്കി.
അത് പിന്നെയും കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുത്ത്. പാറു ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ടറായിട്ട് മനോരമയിൽ മനോരമ ഓൺലൈനിൽ ഓൺലൈനിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് എന്നെ വിളിച്ചിട്ട് ഉണ്ട്, അതാ എപ്പോഴും ഉണ്ട്. നമുക്ക് ആ ഒരു സ്പേസ് അവിടെ space ഉണ്ട്. ഉണ്ട്. അത് ഇപ്പൊ നമുക്ക് പാറു ഞാൻ ഒരു കാലം വേണ്ടിട്ട് വിളിച്ചത് ഞാൻ ആ റൈറ്റപ്പ് ഞാൻ ഭയങ്കര ദുബായിലൊക്കെ ഭയങ്കര തോന്നിയത് നടക്കായിരുന്നു. മനോരമ ഓൺലൈനിൽ എന്റെ റൈറ്റപ്പ് ഒന്ന് സത്യം ഞാൻ അത് ഒരു പുസ്തകത്തിലും ആക്കിയിട്ടുണ്ട്. അതെ ഒരു പുസ്തകം ഉണ്ടല്ലോ, അതെ അതെ ഇന്റർവ്യൂസ് എല്ലാം കൂടെ, അതും അതിനകത്തുണ്ട്. അതിലുണ്ടോ അത്? അതിനകത്തുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോലും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ട് നമ്മൾ എവിടുന്നൊക്കെയോ കണക്റ്റഡ് ആണ് നമ്മൾ. അതെ അങ്ങനെ പാറുവിന്റെ ഉള്ളില് റൈറ്റർ വരെ എത്തി അല്ലെ? അതെ. അവിടേക്ക് പോകുമ്പോ ഞാൻ കുറച്ച് വാചാല ആവൂല, ഞാൻ കുറച്ച് മിണ്ടായിരിക്കാം. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പാറു ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കും, എന്നിട്ട് പാറു എഴുതും അല്ലെ? അതെ, നമ്മളെ സ്ക്രിപ്റ്റ് എഴുതി ഓർമ്മയുണ്ടോ? ഞാൻ വോയിസ് നോട്ട് അയക്കും, പാറു എഴുതും. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു അല്ലേ? അത് അല്ല, ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന സ്ക്രിപ്റ്റ് അത്. എനിക്കറിയാം. ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ആണ് പാറു ആദ്യം എഴുതുന്നത്. അപ്പൊ എനിക്കിത് മലയാളം ഫാസ്റ്റ് ആയിട്ട് എഴുതാനുള്ള മടി കാരണം റെക്കോർഡ് ചെയ്ത് അയക്കും, പാറു എഴുതും. എന്നിട്ട് അടുത്തത് എന്തായി, അടുത്ത കഥ എന്തായി, അപ്പൊ ഞാൻ എന്റെ ഇവിടുത്തെ ജോലിന്റെ ഇടയിൽ കഥ ആലോചിക്കും. അല്ല, അതിന്റെ ലാസ്റ്റ് ഭാഗം എനിക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. അടിച്ചു മാറ്റിയാലോ എന്റെ സ്ക്രിപ്റ്റ്, അയ്യോടാ, അതുകൊണ്ടാ പറഞ്ഞുതരാത്ത. സത്യം, എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് ഞാൻ കൊറേ തവണ ഞാൻ ചോദിച്ചില്ലേ, അതെ അതെ ക്ലൈമാക്സ് എന്താ ലാസ്റ്റ് വരെ ആക്കി വെച്ച് 3/4 ഭാഗം ആക്കി വെച്ചിട്ട് ഒറ്റ പോക്കം ഇപ്പോഴും സത്യം പറയാലോ എന്റെ സ്ക്രിപ്റ്റ് അവിടെ നിൽക്കാണ്. ഒരു 1, 2, 3 ക്ലൈമാക്സ് ഞാൻ അതിനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെയും സബ്ജക്ട് ലവ് തന്നെ ആയതുകൊണ്ട് അതിന് പല എപ്പോ വേണമെങ്കിലും അത് എടുക്കാം, അല്ലെങ്കിൽ എഴുതാം, ആർക്ക് വേണമെങ്കിലും എഴുതാം. അതെ അതെ, അത് റെലവന്റ് സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ. മേ ബി ഇപ്പൊ നമ്മള് കണ്ടുമുട്ടിയില്ലേ, റെക്കോർഡ് ചെയ്ത് അയക്കട്ടെ ബാക്കി.